Hey guys, welcome to another class of Android development. നമ്മുടെ Android development അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് തിയറി പാർട്സ് വളരെ കുറവാണ്, പക്ഷേ പ്രോഗ്രാമിംഗ് കൂടുതലാണ്. സോ തിയറി പാർട്സ് കുറച്ചേ ഉള്ളെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക, കാരണം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മളിനി പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അതിനു മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് കുറച്ച് ടൂൾസ് ആവശ്യമാണ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 ടേംസ് ആണ്. അതായത് ഒന്ന് JRE, JDK, JVM. ഇങ്ങനെ 3 ടേംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് JDK ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. JDK എന്ന് പറയുന്നത് ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ്. ഇതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റാണ്. അതായത് JREയുടെയും ഡെവലപ്മെൻറ്റ് ടൂൾസിൻ്റെ ഒരു കോമ്പിനേഷനാണ് JDK എന്ന് പറയുന്നത്. അത് നമുക്ക് ഗൂഗിളിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ നമ്മൾ JDK ഫോർ വിൻഡോസ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, JDK ഫോർ വിൻഡോസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് ജാവ ഡൗൺലോഡ്സ് ഒറാക്കിൾ വെബ്സൈറ്റിൽ. നമ്മൾ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ നമ്മുടെ ഇതാക്കണ്ടോ ലേറ്റസ്റ്റ് വേർഷൻ ജാവ 21 ഉണ്ട്, 17 അവൈലബിൾ ആയിട്ട് ഉണ്ട്. സോ അത് താഴേക്ക് വന്നപ്പോൾ കണ്ടോ 21. ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇവിടെ ദാണ്ട് ലിനക്സും മാക് ഓയസും വിൻഡോസും എന്ന് പറഞ്ഞ് 3 സെക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിസ്റ്റം ഏതാണോ അത് അനുസരിച്ച് വേണം നിങ്ങൾ JDK ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ലേറ്റസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ ചിലപ്പോൾ 21 ആയിരിക്കത്തില്ല, അപ്പോഴത്തേനും അപ്ഡേറ്റ് ആവും വരും. അപ്പോഴത്തേനും നിങ്ങൾ എന്ത് ചെയ്യണം, ലേറ്റസ്റ്റ് വേർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. ഓൾറെഡി ഞാനിപ്പോൾ 21 വേർഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ കറസ്പോണ്ടിങ് സിസ്റ്റം ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇപ്പോൾ വിൻഡോസ് ആയതുകൊണ്ട് ഞാൻ വിൻഡോസ് സെലക്ട് ചെയ്യുക. വിൻഡോസിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ സിസ്റ്റം ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ദിസ് PC അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യണേ. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടോ, പ്രോപ്പർട്ടീസ് എടുക്കുക. അവിടെ സിസ്റ്റം ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. സിസ്റ്റം ടൈപ്പ് കൊടുത്തേക്കുന്നത് 64 ബിറ്റ് ആണ്. സോ 64 ബിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതാണ് അത്. ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഫ്യൂ മിനിറ്റ്സ് മാത്രമേ ആവത്തുള്ളൂ. അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡൗൺലോഡ് ആയിട്ട് ഇനി നമുക്ക് പാത്ത് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ JRE JVM കുറിച്ചും പഠിക്കാനുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ആവട്ടെ. അപ്പോൾ നമ്മുടെ JDK ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പാത്ത് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ JDK നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ആയോ എന്ന് നമുക്ക് ചെക്കൗട്ട് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ദിസ് PC അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടറിലേക്ക് പോവുക. അവിടെ സ്ക്രോൾ ഡൗൺ ചെയ്ത് നമ്മുടെ C ഫോൾഡർ ഇല്ലേ അതെടുക്കുക. അവിടെ പ്രോഗ്രാം ഫയൽസ് എന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജാവ, ആ പ്രോഗ്രാം ഫയൽസിലെ ജാവ ക്ലിക്ക് ചെയ്യുക. ജാവ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള JDK വേർഷൻസ് കാണും. ഞാനിതൊക്കെ നേരത്തെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ലേറ്റസ്റ്റ് വേർഷൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു JDK 21 ഞാൻ ഡൗൺലോഡ് ചെയ്ത് പാത്തൊക്കെ സെറ്റ് ചെയ്തതാണ്. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി ഞാൻ 18 ആണ് ഡൗൺലോഡ് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ അതിൽ ചെയ്യുന്ന ഫോർമാറ്റൊക്കെ നിങ്ങളുടെ ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്തതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ JDKയിൽ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ബിൻ ഫോൾഡർ കണ്ടോ, ബിന്നിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ മേളിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു പാത്ത് നമ്മൾ എന്ത് ചെയ്യണം, കോപ്പി ചെയ്യണം. ഓൾ റൈറ്റ്. അപ്പോൾ അത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ദിസ് PC പോവുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ പ്രോപ്പർട്ടീസ് എടുക്കുക. അപ്പോൾ നമ്മുടെ സെറ്റിങ്സിലേക്ക് വരും. അവിടെ നമ്മൾ അഡ്വാൻസ്ഡ് സിസ്റ്റം ടെസ്റ്റിംഗ് എന്നുള്ളത് എടുക്കുക. അതിൽ കണ്ടോ, ഇതിൽ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ പാത്ത് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫേസ് ആയിരിക്കും വരുന്നത്. എന്നിട്ട് ന്യൂ കൊടുക്കുക. ഇവിടെ കണ്ടോ. ഇനി നമ്മൾ കോപ്പി ചെയ്ത പാത്ത് നമുക്കിവിടെ എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം. ഓൾറൈറ്റ്, പേസ്റ്റ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക.
ഓക്കെ. ഓൾറൈറ്റ്, അപ്പോൾ നമ്മുടെ പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ JDK ഡൗൺലോഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ JDK ഓപ്പൺ ചെയ്ത് നോക്കണം. പാത്ത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ JDK ഡൗൺലോഡ് ചെയ്ത് JDK നോക്കണമല്ലോ. ഇനി നമ്മുടെ ദിസ് PC പോവുക, ഡൗൺലോഡ്സ് പോവുക, ഡൗൺലോഡ് ചെയ്തിട്ടുള്ള വേർഷൻ എടുക്കുക, 21 എടുക്കുക. അപ്പോൾ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ പോലെ ആയിരിക്കും വരുന്നത്. ഒരു നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അത് യെസ് കൊടുക്കുക. യെസ് കൊടുക്കും. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ വരുന്നത്. അത് യെസ് കൊടുക്കണം. ഓൾറൈറ്റ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. കാരണം ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് നേരത്തെ കാണിച്ച ആ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത്. എന്നിട്ട് അത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കണ്ടോ, അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഫ്യൂ മിനിറ്റ്സ് ആവത്തേ ഉള്ളൂ. അതൊന്ന് ഡൗൺലോഡ് ആയി വരും നമ്മുടെ ജാവ JDK. ഓക്കെ, എന്നിട്ട് ക്ലോസ് കൊടുക്കുക. ഓക്കെ, നമ്മുടെ JDK ഇൻസ്റ്റാളേഷനും പാത്ത് സെറ്റിങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് എന്താ പറയുക, നമ്മുടെ JVM-നെ കുറിച്ചും JRE കുറിച്ചും ഡിസ്കസ് ചെയ്യാം. JDK കുറിച്ച് ഞാൻ പറഞ്ഞു, അതൊരു ഫുള്ളി ഫീച്ചേർഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് ആണ്. ഓക്കെ, അത് JRE-യുടെയും ഡെവലപ്മെന്റ് ടൂൾസിന്റെയും ഒരു കോമ്പിനേഷൻ കൂടാണ്. അത്രയാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ബാക്കി JRE-യും JVM-ഉം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ JDK ഡൗൺലോഡ് ചെയ്തു, നമ്മൾ JDK പാത്ത് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് JVM-നെ കുറിച്ചും JRE കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ JVM-നെ കുറിച്ച് പറയാം. JVM എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ജാവ വെർച്വൽ മെഷീൻ. ഓക്കെ, അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റീസ് എന്ന് പറയുന്നത് പ്രൊവൈഡിങ് റൺ ടൈം എൻവയോൺമെൻറ്റ്, ഒരു റൺ ടൈം എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ JVM-ന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ടാസ്ക് JVM ചെയ്യുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ ലോഡ് കോഡ്സിനെ ലോഡ് ചെയ്യുക, പിന്നെ വെരിഫൈ ചെയ്യുക, കോഡ്സിനെ എക്സിക്യൂട്ട് ചെയ്യുക, പിന്നെ പ്രൊവൈഡിങ് റൺ ടൈം എൻവയോൺമെന്റ്. അതൊക്കെയാണ് JVM-ന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് JRE സ്റ്റാൻഡ്സ് ഫോർ ജാവ വെർച്വൽ മെഷീൻ. ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്? ഇത് കാണുമ്പോൾ ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. JVM-ന്റെയും ലൈബ്രറി സെറ്റുകളുടെയും ഒരു കോമ്പിനേഷൻ ആണ് JRE എന്ന് പറയുന്നത്. അത് ഇറ്റ് ഹെൽപ്സ് ടു റൺ കോഡിനെ ഈ JVM കോഡിനെ എക്സിക്യൂട്ട് ചെയ്യും, കോഡിനെ വെരിഫൈ ചെയ്യും, കോഡിനെ ലോഡ് ചെയ്യും. ഈ ചെയ്യുന്ന കോഡ്സിനെ ഈ JRE എന്ത് ചെയ്യും? അതിനെ റൺ ചെയ്യും. അതാണ് JRE-യുടെ ഫംഗ്ഷനാലിറ്റീസ് എന്ന് പറയുന്നത്. അതായത് JRE ഹെൽപ്സ് ടു റൺ ദ കോഡ്. അതാണ് JRE-യുടെ ഫംഗ്ഷനാലിറ്റി. നെക്സ്റ്റ് വരുന്നത് JDK ഡെവലപ്മെന്റ് ടൂൾ അല്ലെങ്കിൽ ആ ഒരു ജാവ ഡെവലപ്മെന്റ് കിറ്റ് ഡൗൺലോഡ് ചെയ്തൊക്കെ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ അതിലെന്ത് ചെയ്യുക, JRE-യും ഡെവലപ്മെന്റ് ടൂൾസും വരുന്നുണ്ട്. ഡെവലപ്മെന്റ് ടൂൾസ് എന്ന് പറയുന്നത് എന്താ പറയുക, ഡീബഗർ, കമ്പൈലർ, എക്സിക്യൂട്ടർ, അതൊക്കെയാണ് ഡെവലപ്മെന്റ് ടൂൾസിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഇന്ന് 3 ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്: JRE, JDK, JVM. അതുകൊണ്ട് നമ്മൾ JDK ഡൗൺലോഡ് ചെയ്തു, പാത്തൊക്കെ സെറ്റ് ചെയ്തു, എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. ഈ നോട്ടെല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഇപ്പം ഈ ഒരു ക്ലാസ്സിൽ അങ്ങനെ നോട്ടേ ഇല്ല. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക് കിടക്കാനുള്ള ടൂൾസ് ഡൗൺലോഡ് ചെയ്യായിരുന്നു. അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ അന്നുള്ള ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തു പോവുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. താങ്ക്